ചേച്ചി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലോട്ട് വരുന്ന സമയത്ത് ഇന്ന് കേസായിട്ട് വന്ന നടന്മാരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. ആ വന്നവർ ആരുമായിട്ടേലും ചേച്ചിക്ക് പരിചയങ്ങളുണ്ടോ? മനസ്സിലായില്ല. അല്ലെങ്കിൽ ഈ വന്നത് ജെനുവിനാന്ന് ചേച്ചി ഫീൽ ചെയ്യുന്നുണ്ടോ? അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. ആ കേസിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ടും എനിക്ക് പരിചയമുള്ളതാണ്. എനിക്കങ്ങനെ ഒരു അനുഭവം, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഞാനായിട്ട് എത്തിപ്പെട്ടിട്ടുമില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. തകർത്തു. ഇനി ആരോടായാലും ഇങ്ങനെ തന്നെ വേണം. ഇവൻ എന്തെങ്കിലും അണമ്പ് കാണിച്ചാലും ഇവന്റെ മൂക്കിടിച്ച് പരിപ്പെടുത്തും. തല്ല് കിട്ടിയോ? ഇല്ലില്ല, ഇപ്പൊ കിട്ടും. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്താ പറഞ്ഞ? എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? അശ്ലീലം പറയുന്നത് ഇനി കിട്ടേണ്ടത് നീ മേടിച്ചോ. അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, വേണ്ട വേണ്ട, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. ചോദിക്കുന്നത് ഇത് ഇയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാ. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ മാധവനെ കൊച്ചാക്കി കാണിച്ച അത്ര ഇയാൾ വലുതാവല്ലേ? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആന്ന് പറഞ്ഞല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, എന്റെ മേലാസകലം ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇതെന്ത് തരം രോഗ? ഒരു തരം ഞരമ്പ് രോഗം. അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, നിന്റെ കിണത്തിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചു. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ്? ഉറപ്പായിട്ടും. വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യമാണ്? സംസ്കാരത്തോടെ സംസാരിക്കടാ ചെറ്റ പട്ടി. അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി തോന്നിവാസം കാണിച്ച പിന്നെ നാവുണ്ടാവില്ല, അടിച്ച് പല്യം കുഴിക്കും. അല്ല, ഞാൻ ഒരു മിനിറ്റ് നിക്ക് ഒരു മിനിറ്റ് എന്നല്ല, ഇത്രയും ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക്, നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അമ്മായി, ദയവ് ചെയ്തിട്ട് ഫ്ലാഷ് ബാക്ക് പറഞ്ഞു നാറ്റിക്കരുത്. വല്ല പത്രക്കാരും വന്ന് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഇതൊക്കെ വിളമ്പി എന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുത്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. ഇങ്ങനൊന്നും ചെയ്യില്ല. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിലാ തെറ്റ്? ചോദ്യത്തിൽ ഉറപ്പായിട്ട് തെറ്റാണ്. നിങ്ങൾ നോക്കി കണ്ടു ആൾക്കാരോട് ചോദിക്കും. ചോദ്യം മാറ്റാം. ഓക്കെ, എന്ത് ചോദ്യം മാറ്റാം? ഞാനൊന്നുമില്ല, കഴിഞ്ഞു, അവസാനിച്ചു, മതിയായി. ഒരുമാതിരി ഊളത്തരം ചോദ്യം ചോദിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത്? നിങ്ങൾക്ക് ഈ ഭൂമി മലയാളത്തിൽ വേറെ ചോദ്യങ്ങളൊന്നും കിട്ടിയില്ലേ? മീഡിയയാണെന്ന് പറഞ്ഞു നടക്കുന്നു ആലുമാക്രികള്. തിരിച്ചു വിളിക്കേണ്ടതായിരുന്നു. തിരിച്ചു വിളിക്കുന്നത് എടാ, പുള്ളി ഇപ്പൊ ഇവിടുന്ന് മൈക്ക് എറിഞ്ഞിട്ടിട്ട് പോയില്ലേ? ഈ ക്ലിപ്പ് മാത്രം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് യൂട്യൂബിന് സംഗതി ക്ലിക്കാവും, റേറ്റിംഗേ കുതിച്ചു കയറും. അങ്ങനെ ഈ ആഴ്ച നമ്മൾ രക്ഷപ്പെട്ടു.